ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പശ്ചിമേഷ്യ കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പാലസ്തീൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇസ്മായിൽ ഹനിയെ ഇറാഖിൻ്റെ തലസ്ഥാനമായ ദഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇന്നലെ രാത്രി 10 മണിക്കാണ് കൊല ചെയ്യപ്പെട്ടത്. അത് ഡ്രോൺ ഉപയോഗിച്ചാണ് കൊല ചെയ്യപ്പെട്ടത്. ആ കെട്ടിടം തകർത്ത് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറാനിൽ തന്നെ അവിടുത്തെ ദേശീയ കൗൺസിൽ മൊത്തത്തോടെ അവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ് അതിന് വേണ്ടത്. കാരണം അവരെ രാജ്യത്തിനകത്ത് കയറിയാണ്, ഇറാഖിൻ്റെ രാജ്യത്തിനകത്ത് കയറിയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇസ്മായിൽ ഹനിയ 2006 മുതൽ 2017 വരെ പാലസ്തീൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. അവിടുത്തെ പോളിറ്റ് ബ്യൂറോ അംഗവും ആയിരുന്നു. ഇപ്പോൾ കൗൺസിലറായി ആ പദവിയിൽ തന്നെ തുടരുമ്പോൾ തന്നെയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹമാസിൻ്റെ നിയന്ത്രണം, ഹമാസ് എന്നുള്ള ആ നിയന്ത്രണത്തിൻ്റെ തലവനായി യഹിയ സിൽവറും അതുപോലെ ഇസ്മായിൽ ഹനിയുമായിരുന്നു. അപ്പോൾ ഇസ്രായേൽ നോട്ടമിട്ടിരുന്ന ഇവർ രണ്ടുപേരെയാണ്. ഇവരാണ് അതിൻ്റെ തലവന്മാർ. അപ്പോൾ ഹമാസ് ഇസ്രായേൽ ഇപ്പം അത് ഏറ്റെടുത്തിട്ടില്ല. കാരണം ഞങ്ങളാണ് ഇവരെ കൊന്നതെന്ന് ഇതുവരേക്കും ഏറ്റെടുത്തിട്ടില്ല. ഞങ്ങളാണ് ഹനിയെ കൊന്നതെന്ന് ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഹമാസ് പറയുന്നത് അത് ഇസ്രായേൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങളെ പരമാധികാരം, ഞങ്ങളെ രാജ്യത്ത് കയറി ഇസ്രായേൽ അതിപ്പോൾ നമ്മളെ ഹനിയെ കൊന്നിരിക്കുകയാണ്, കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദേശീയ കൗൺസിൽ എല്ലാം ഇപ്പം ചേരുന്നുണ്ട്, അവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും ഇതിന് പ്രതികാരങ്ങൾ ഉണ്ടാവും. അതുപോലെ ലെബനായിരുന്നാലും, ലെബനിൽ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം പശ്ചിമേഷ്യ ആകെ കുഴപ്പം ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഇസ്മായിൽ ഹനിയുടെ മരണത്തോടു കൂടി വളരെയധികം കുഴപ്പത്തിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്മായിൽ ഹനിയ താമസിച്ചിരുന്നത് ദോഹയിലാണ്. അത് ഖത്തർ, ദോഹ, പിന്നെ ലെമൻ, പിന്നെ സിറിയ. ഇപ്പോൾ നമ്മുടെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരണപ്പെട്ടതിന് ശേഷം പിൻഗാമിയായി വന്ന അദ്ദേഹത്തിൻ്റെ ചടങ്ങ് ആയിരുന്നു ഇന്നലെ. അങ്ങനെ ആ ചടങ്ങെല്ലാം പങ്കെടുത്തതിന് ശേഷം രാത്രി അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ, അതിൻ്റെ റൂമിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപാഠിയും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. രണ്ടുപേരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് തന്നെയാണ്. അത് സംശയമില്ല. അവരെ മൊസാദായിരിക്കും. അവരെ രഹസ്യമായ കാര്യം അവർ വെളിപ്പെടുത്തുകയില്ല. കാരണം അവർക്ക് ഇനിയും പദ്ധതികളുണ്ടാവും. എന്തായിരുന്നാലും ശരി തന്നെ ആ പശ്ചിമേഷ്യ കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. യഹിയ സിൽവറിന് നോട്ടമിട്ടിരിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരെയും തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഹമാസ് തീരും എന്നൊക്കെയുള്ള തോന്നലാണ് ഇസ്രായേൽ. എന്തായിരുന്നാലും ഇതിന് പ്രതികാരമുണ്ടാവും, പ്രതികാരം നടക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇസ്മായിൽ ഹനിയ കൊന്നിരിക്കുന്നു. അപ്പോൾ അവർ ആ ഉത്തരവാദിത്തം, കൊല ചെയ്യപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ മൊസാദും ഏറ്റെടുത്തില്ല. അവർ തന്നെയാണ് കൊന്നിരിക്കുന്നതെന്ന് ഇറാനും മറ്റുള്ള എല്ലാ ഇറാൻ്റെ സഖ്യകക്ഷികളും അതുപോലെ ഹമാസും ഹൂതികളും എല്ലാം അംഗീകരിച്ചിരിക്കുന്നു. ഇസ്രായേലിന് കനത്ത നാശം ഉടൻ തന്നെ ഉണ്ടാവുമെന്നും അവർ പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ഇത് ഭീരുക്കളുടെ കൊലപാതകമാണ്. ഭീരുക്കൾ ഭയപ്പെട്ട് കൊല്ലുകയാണ്. ഇത് അവർ പ്രതികാരം ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് സമാധാനത്തിൻ്റെ ഉടമ്പടികൾ കൊണ്ടുവരുമ്പോൾ ഇസ്രായേൽ നേരത്തെയും ഇത് തന്നെയാണ് സംഭവിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ
രണ്ട് മക്കളെ കൊന്നു, ചെറുമക്കളെ. ഈ ഇസ്മായിൽ ഹനിയുടെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത് തന്നെ. എന്തായി തീരുമെന്ന് ഏതാണെന്നും കണ്ടു തന്നെ അറിയാം. ഇതാണ് ഇന്നത്തെ വീഡിയോ. ടൈം മീഡിയ സ്വാഗതം.